കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിലോട്ട് ഒരു വണ്ടി ഒരു ഓൾട്ടോ കൊണ്ടുവന്ന് കയറ്റിയിട്ടാ. വഴിവണ്ടിയാണ്, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ഒന്നുമല്ല. ആള് പോകുന്ന വഴിക്ക് വണ്ടിക്ക് മിസ്സിംഗ് ആയിട്ട് കൊണ്ടുവന്ന് കയറ്റി. തമിഴ്നാട്ടുകാരാണ്ടാ. നേരെ വണ്ടി കൊണ്ടുവന്ന് കയറ്റി ഭയങ്കര മിസ്സിംഗ് ആണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഞാൻ ശരി ആയിക്കോട്ടെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ 3 വഴിവണ്ടിയാണല്ലോ ഫാമിലിയുടെ വന്നേക്കണേട്ടാ. അപ്പൊ ഞാൻ 3 പ്ലഗ് അയച്ചു നോക്കിയപ്പോണ്ട് പ്ലഗ് ആകെ കത്തിക്കരിഞ്ഞ് ഷോർട്ടായിട്ട് കരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പ്ലഗ് മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര വരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്ലഗ് ഏകദേശം എല്ലാം കൂടെ 1200 രൂപ ലേബർ എടുക്കും, ഏകദേശം 1200 രൂപ വരും എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അവർക്ക് ഡൗട്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുള്ള നമ്മൾ പറ്റിക്കാണെന്നുള്ള ഡൗട്ട് അവർക്ക് ഇട്ടാ. അപ്പൊ പറഞ്ഞാൽ വേണ്ടിട്ട് കുഴപ്പമില്ല, ഈ 4 പ്ലഗ് മാറ്റേണ്ടി വരും എന്ന് ചോദിച്ചാൽ 4 പ്ലഗ് മാറ്റേണ്ടി വരും, 4 പ്ലഗ് ഷോർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട കുഴപ്പമില്ല, ഞങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടെടുത്ത് കോയമ്പത്തൂർ കൊണ്ടേ മാറ്റിക്കോളാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു ചേട്ടാ വണ്ടി എന്തെങ്കിലും ഓടാൻ ചാൻസ് ഇല്ല, വണ്ടി മിക്കവാറും വഴി നിൽക്കും, കാര്യം കംപ്ലീറ്റ് കത്തിപ്പോയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞില്ല തമിഴിലൊക്കെ പറയണ്ട. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുവെക്കണം സീനില്ലാന്ന് പറഞ്ഞു. ശരി ഞാൻ തിരിച്ചു പിടിപ്പിച്ചു. അപ്പൊ എന്റെ നമ്പറൊക്കെ പിടിച്ചു പുള്ളിട്ടാ. അങ്ങനെ പയ്യനാണ്, അവൻ വണ്ടി കൊണ്ട് നേരെ പോയി. എനിക്ക് തോന്നുന്നു അങ്കമാലി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത് എനിക്ക് കോൾ വന്നു, ചേട്ടാ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയി എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടാ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ മിക്കവാറും ഓഫായി പോന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ശരിയാണ് പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും, എനിക്കവിടെ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അടുത്ത ടൈമിൽ വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് അവരെ വിളിച്ചിട്ട് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഒരു 3 പ്ലഗ് 1200 കാര്യത്തിനുണ്ടൊക്കെ നമ്മള് മസിലോട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടി വഴി നിന്ന് കഴിഞ്ഞാൽ ആകെ പണിയാവും. അതാ ബ്ലോക്കിൽ പോയാൽ പുള്ളി നിന്ന് വേട്ടാ. അങ്ങനെ ആകെ പ്രശ്നമായിട്ട് പുള്ളി ടെൻഷൻ അടിച്ച് തന്നെ വിളിക്കണേ. അപ്പൊ അവിടെ നിന്ന് ഒരാൾ വന്ന് നോക്കണമെങ്കിൽ അവർക്കൊരു പൈസ കൊടുക്കണം. ഈ പറഞ്ഞ 1200 എന്നുള്ളത് 1700 ആവുകയും ചെയ്യും. അത് കൂടാതെ ഈ നമ്മൾ അത്രയും ദൂരം മിസ്സിംഗ് ആയിട്ട് ഓടിക്കുന്നതുകൊണ്ട് അത്രയും കൂടുതൽ പെട്രോൾ കത്തിപ്പോവും. ഇനി അഥവാ ഇവർ ഇവിടുത്തെ ഇവിടെ കോയമ്പത്തൂർ പോയിരുന്നെങ്കിൽ ആ കോയമ്പത്തൂർ വരെ പോയി കഴിയുമ്പോഴത്തേക്കും ഈ 1200 രൂപയുടെ കൂടുതൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അത് കഴിക്കുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മള് പുറത്തൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ലോജിക് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ടത് അപ്പൊ തന്നെ ചെയ്തു പോവാ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ മുട്ട പണി കിട്ടും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി സർവീസിന് കയറ്റുമ്പോൾ പ്ലഗ് കാണൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ പ്ലഗ് മാറ്റണമെങ്കിൽ മാറ്റിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല മുട്ട മണിയെ കിട്ടും. ആൾക്ക് നല്ല മുട്ട മണിയെ കിട്ടിയത് അത് അവരവിടെ ശരിയാക്കിയിട്ട് വണ്ടി കൊണ്ട് പോയെന്ന് പറഞ്ഞു. എന്നെ രണ്ടാമത് വിളിച്ചിട്ടുണ്ടായിരുന്നവര്. അപ്പൊ ഇതുപോലത്തെ പണികളൊന്നും കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടാ.